പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 3 കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പഠന പ്രവർത്തനമായി തന്നിരിക്കുന്നത് ഒരു ചിത്രമാണ്. ഈ ചിത്രം മനസ്സിലുണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. ഒരു കൈയിൽ ഒത്തുചേർന്നിരിക്കുന്ന വിവിധ തൊഴിൽ ഉപകരണങ്ങൾ. ഇതിലൂടെ വിവിധ തൊഴിൽ മേഖലകളിലെ പ്രവർത്തകർ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന ആശയമാണ് എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്. കർഷകർ, തൊഴിലാളികൾ, അധ്യാപകർ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ്, ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി എല്ലാവരും മനുഷ്യജീവിതത്തിനും ലോക സമൂഹത്തിനും നിർണായകമായ സംഭാവനകളാണ് ചെയ്യുന്നത്. തൊഴിൽ മഹത്തായ ഒന്നാണ്. അധ്വാനത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടതാണ്. തൊഴിലിനെ ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ വേർതിരിക്കാൻ പാടില്ല. സമൂഹത്തിൻ്റെ വികസനം എല്ലാ തൊഴിലാളികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ്. തൊഴിലില്ലാതെ ജീവിതമില്ല എന്ന ബോധമാണ് ഈ ചിത്രം ഉൾക്കൊള്ളുന്നത്. വിയർപ്പു തുള്ളിയിൽ ഭൂലോകം, കയ്യിൽ പുരളുന്ന ഉപ്പുപരലുകൾ, തരിച്ചു നിലങ്ങളിലേക്ക്. തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒരു കവിതയാണ് ആദ്യ പാഠഭാഗം. പ്രശസ്ത മലയാള കവിയും ഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമാണ് തിരുനെല്ലൂർ കരുണാകരൻ. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിലെ പെരിനാടാണ് അദ്ദേഹം ജനിച്ചത്. മഞ്ഞുതുള്ളികൾ, പുതുമഴ, ഒരു മഹായുദ്ധത്തിൻ്റെ പര്യവസാനം. തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ. അന്തിമയങ്ങുമ്പോൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, റാണി, രാത്രി എന്നിവയാണ് പ്രധാന കൃതികൾ. ധാരാളം കുട്ടിക്കവിതകളും ലളിതഗാനങ്ങളും നാടക ഗാനങ്ങളും കഥാപ്രസംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആശാൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം എന്നിവയാണ് തിരുനെല്ലൂർ കരുണാകരൻ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബഹുമതികൾ. 2006 അദ്ദേഹം മരണപ്പെട്ടത്. കർഷക തൊഴിലാളികൾ മണ്ണിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നവരാണ്. മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കി മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരാണ് കർഷകർ. തൊഴിലാളികളുടെ അർപ്പണബോധവും ഐക്യവും ശക്തിയുമാണ് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിക്കുന്നത്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക്, പാടത്തേക്ക് ജോലി ചെയ്യാനായി എത്തുന്ന തൊഴിലാളികളെ കരിമുകിലിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. എരിയുന്ന വേനലിന് അറുതി വരുത്താൻ കാർമേഘങ്ങൾ എത്തുന്നത് പോലെ തരിശു നിലങ്ങളിലേക്ക് അവർ എത്തുകയാണ്. കർഷകരുടെ അധ്വാനത്താൽ ആ തരിശായി കിടക്കുന്ന ഭൂമി ഫലഭൂയിഷ്ഠമാകും. വേനലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഇവരുടെ ശരീരവും കാർമേഘം പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോട് കൂടിയതുമാണ്. വേനലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്നവരാണ് ഈ കർഷകർ. ഇവരുടെ ശരീരം കാർമേഘം പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോട് കൂടിയതുമാണ്. കരിമുകിലിനും ഭൂമിയുടെ കാവൽക്കാരായ വേലക്കാരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളാണ് ഉള്ളത്. എന്നാൽ ഇരുവരുടെയും മനസ്സിൽ നിറയുന്നത് തെളിനീരിൻ്റെ കുളിരുകളാണ്. രണ്ടുപേരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളുണ്ട്. എന്നാൽ അവരുടെ മനസ്സുകളിൽ നിറയുന്നതാകട്ടെ തെളിനീരിൻ്റെ കുളിരുകളാണ്. മഴ പെയ്യുമ്പോൾ തൊഴിലാളി മണ്ണിലിട്ട വിത്തുകളിൽ മുള പൊട്ടുന്നു. തൊഴിലാളിയുടെ അധ്വാനമാണ് തരിശു നിലങ്ങളെ ഫലഭൂയിഷ്ഠമാക്കുന്നത്. ഒരിക്കലും തളരാത്തവരാണ് അവരുടെ കൈകൾ. അവരുടെ കൈകളിൽ ഏഴഴകായി വളരുന്ന വിത്തുകളും പണിയായുധങ്ങളുമുണ്ട്. അവരുടെ കൈകളിൽ ഏഴഴകായി വളരുന്ന വിത്തുകളും പണിയായുധങ്ങളുമാണുള്ളത്. ഒരിക്കലും തളരാത്തവരാണവർ. തളരാതുയരും കൈകളിലുണ്ട് ഏഴഴകായി വിളയും വിത്തുകളും. ഈ തരിശു മണ്ണിൽ പൊന്നു വിളയിക്കാൻ വേണ്ടി
ശക്തമായ കാലടികൾ വെച്ച് മുന്നോട്ട് വരികയാണ് കർഷകരായ ആ തൊഴിലാളികൾ. കർഷകരുടെ ജീവിതമാകട്ടെ പ്രാരാബ്ധം കൊണ്ട് നീറുന്നതാണ്. കരുത്തിലും മനോബലത്തിലും കർഷകർ ഭൂമിയിൽ പ്രതീക്ഷകൾ നിറയ്ക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കാലടി ശബ്ദം കേട്ട് ഭൂമി സന്തോഷിക്കുകയാണ്. അവരുടെ കാലടിയുടെ ശബ്ദം കേട്ട് തടസ്സങ്ങൾ ഇല്ലാതെയാകുന്നു. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ജീർണതകളെ തകർത്ത് അധ്വാനത്തിലൂടെ ഭൂമിയിൽ പൊന്നു വിളയിക്കാൻ വേണ്ടിയാണ് അവർ ആ തരിശുനിലങ്ങളിലേക്ക് എത്തുന്നത്. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. പെരുവഴികളിൽ അവരുടെ കാൽപ്പെരുമാറ്റം പതിയുമ്പോൾ തടസ്സങ്ങളെല്ലാം ഇല്ലാതെയാവുകയാണ്. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ജീർണതകളെ തകർത്തെറിഞ്ഞ് അധ്വാനത്തിലൂടെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാനാണ് അവർ എത്തുന്നത്. കർഷകർ എത്തുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യം നിലനിൽക്കുന്നതും എന്നാൽ കൃഷി ചെയ്യാത്തതിനാൽ തരിശായിപ്പോയ പാടങ്ങളെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. തരിശായ നിലങ്ങളെ ഉഴുതുമറിച്ച് കൃഷി ഇറക്കാൻ വേണ്ടിയാണ് അവർ എത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ കൈയിനാൽ സമൃദ്ധമാകാൻ കൊതിക്കുകയാണ് ഈ പാടങ്ങൾ. തൊഴിലാളികളുടെ ആ കാലടി ശബ്ദം കേട്ട് ഭൂമി പോലും സന്തോഷിക്കുകയാണ്. ഭൂമി പോലും ഈ തൊഴിലാളികളുടെ കാലടികളുടെ ശബ്ദം കേട്ടിട്ട് സന്തോഷിക്കുകയാണ്. അവരുടെ കരങ്ങളുടെ കരുത്തേറ്റ് സമൃദ്ധമാകാൻ കൊതിക്കുന്നു. അവരുടെ കരങ്ങളുടെ കരുത്തേറ്റിട്ട് സമൃദ്ധമാകാനാണ് അവർ കൊതിക്കുന്നത്. പ്രതീക്ഷയുടെ വെള്ളിമേഘങ്ങളാണ് കർഷകർ. ശക്തവും ഉറച്ചതുമായ അവരുടെ കാലടികൾ, അവരുടെ വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ആകാശത്തെപ്പോലും കിടിലം കൊള്ളിക്കുന്നവയാണ്. ജീവിതത്തിൻ്റെ വറുതിയോട് പടവെട്ടുന്നവരാണ് ഈ തൊഴിലാളികൾ. ജീവിതത്തിൻ്റെ വറുതികളോട് പടവെട്ടുന്നവരാണ് ഈ തൊഴിലാളികൾ. ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെയും പ്രതിഷേധം ഉള്ളതിനാലാണ് അവരുടെ വാക്കുകൾ കൂർത്തതും പരുക്കനുമാകുന്നത്. പട്ടിണിയോട് നിരന്തരം സമരം ചെയ്യുന്നവരാണവർ. മരണം വിതയ്ക്കാനെത്തുന്ന പട്ടിണിയെപ്പോലും കീഴടക്കുന്നവരാണവർ. വലിയ കരിങ്കൽ പാറകളെപ്പോലും തുരന്നാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ കരുത്തിന് പുതുമണ്ണിനെ ഉഴുതുമറിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് കവി പറയുന്നത്. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ, കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. ജീവിതം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ആ തൊഴിലാളികൾക്കുണ്ട്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. ആദ്യത്തെ 4 വരികളിലാണ് തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലിനെയും കവി അവതരിപ്പിക്കുന്നത്. തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, ഇരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. തരിശുനിലങ്ങളിലേക്ക് അല്ലെങ്കിൽ പാടത്തേക്ക് ജോലിക്കായി എത്തുന്ന കർഷകരെ കരിമുകിലിനോടാണ് കവി സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. എരിയുന്ന വേനലിന് അറുതി വരുത്താൻ കാർമേഘങ്ങൾ എത്തുന്നത് പോലെയാണ് തരിശുനിലങ്ങളിലേക്ക് ഈ പണിക്കാർ എത്തുന്നത്. കർഷകരുടെ അധ്വാനത്താൽ ഫലഭൂഷ്ടമാകും ഈ തരിശുഭൂമി എന്നാണ് കവി പറയുന്നത്. വേനലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഇവരുടെ ശരീരവും കാർമേഘം പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോടു കൂടിയതുമാണ്. കരിമുകിലിനും ഭൂമിയുടെ കാവൽക്കാരായ വേലക്കാരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളുണ്ട്. എന്നാൽ ഇരുവരുടെയും മനസ്സിൽ നിറയുന്നത് തെളിനീരിൻ്റെ കുളിരുകളാണ്. മഴ പെയ്യുമ്പോൾ
മണ്ണിലിട്ട വിത്തുകളിൽ മുളപൊട്ടും. തൊഴിലാളിയുടെ അധ്വാനമാണ് തരിശുനിലങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നത്. അടുത്ത ചോദ്യം, മുഴുവൻ ഭൂമി മൊറ്റച്ചാലാൽ ഉഴുതുമറിക്കും വീര്യമോടെ അണിയണിയായി വേലക്കാരടിവച്ചണയുമ്പോൾ. തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ചർച്ച ചെയ്യുക. തൊഴിലാളികളുടെ കരുത്ത്, ആത്മവിശ്വാസവും ഐക്യവുമാണ് ഈ വരികളിൽ അവതരിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ കരുത്ത്, ആത്മവിശ്വാസം, ഐക്യം എന്നിവ ഈ വരികളിൽ അവതരിപ്പിക്കുന്നു. വലിയ കരിങ്കൽ പാറകൾ പോലും അവരുടെ കൈകൊണ്ട് നിഷ്പ്രയാസം തച്ചുടയ്ക്കുന്നു. ഉത്സാഹത്തോടെയും ഊർജത്തോടെയും തരിശുനിലങ്ങളിലേക്ക് പണിയായുധവുമായി കടന്നുവരുന്ന തൊഴിലാളികൾ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതിഫലനമാണ്. പട്ടിണിയോട് നിരന്തരം കലഹിക്കുന്നവരാണവർ. മരണത്തെപ്പോലും അതിജീവിച്ചവരാണ് ഈ തൊഴിലാളികൾ. അടുത്ത ചോദ്യം, അധ്വാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക്. കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളൊതുക്കിയാണ് തൊഴിലാളികൾ തരിശുനിലങ്ങളിലേക്ക് എത്തുന്നത്. പട്ടിണിയോട് പടവെട്ടി മരണത്തെ അതിജീവിച്ചവരാണവർ. ആർക്കും അവരെ തോൽപ്പിക്കാനാവില്ല. അവരുടെ ഉറച്ച കാലടികളാണ് തടസ്സങ്ങളെ ഇല്ലാതെയാക്കുന്നത്. അവരെ ഇല്ലാതാക്കാനായി പട്ടിണി എത്തുമ്പോൾ അതിനെ അധ്വാനം കൊണ്ട് അതിജീവിച്ച് ലോകത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നവരാണ് ഈ തൊഴിലാളികൾ. ഈ തൊഴിലാളി വർഗത്തെ വാഴ്ത്തിപ്പാടുകയാണ് തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിൽ തിരുനെല്ലൂർ കരുണാകരൻ. അടുത്ത ചോദ്യം, അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെങ്ങനെ? കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗ ഭംഗി വിവരിക്കുക. കടുത്ത വേനലിന് അറുതി വരുത്തുന്നതിന് വേണ്ടി കൂട്ടത്തോടെ കാർമേഘങ്ങൾ വരുന്നതുപോലെയാണ് കർഷക തൊഴിലാളികൾ പാടത്തേക്ക് എത്തുന്നത്. ഈ ഭൂമിയെ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള വീര്യത്തോടെ ഒറ്റ മനസ്സായി അണിയണിയായിട്ടാണ് അവരുടെ വരവ്. പട്ടിണി നിറഞ്ഞ അവരുടെ ജീവിതത്തോട് പോരാടുന്ന അവരുടെ വാക്കുകൾ കൂർത്തതും പരുക്കനുമാണ്. അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിനാദം പോലെ ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിക്കുന്നുണ്ട്. വലിയ കരിങ്കൽ പാറകൾ പോലും തുരക്കുന്ന അവരുടെ കരുത്തിന് പുതുമണ്ണിനെ ഉഴുതുമറിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. തൊഴിലാളികളുടെ കരുത്തും ആത്മവിശ്വാസവും ഐക്യവുമെല്ലാം ഈ വരികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. കർഷക തൊഴിലാളികളെ കരിമുകിലിനോടും അവരുടെ ഹൃദയസ്പന്ദനങ്ങളെയും വാക്കുകളെയും ഇടിമുഴക്കത്തോടുമാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലാൽ ഉഴുതുമറിക്കും വീര്യമോടെ എന്നിടത്ത് തൊഴിലാളികളുടെ സംഘബോധമാണ് കാണുന്നത്. അടുത്ത ചോദ്യം, വൈലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിതയിലെ കുറച്ച് വരികളും തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിലെ കുറച്ച് വരികളും തമ്മിലുള്ള താരതമ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഉത്തരമാതൃക നോക്കാം. പാറ വെട്ടിയും പുഴക്ക് അണകെട്ടിയും യന്ത്രക്കലപ്പയാൽ കൃഷിയിടം ഉഴുതുമറിച്ചും കതിർ കൊയ്തും തൊഴിലാളി വർഗം കൃഷിയിൽ വന്ന ആധുനികമായ മാറ്റങ്ങളിൽ പങ്കുചേരുകയാണ്. പരമ്പരാഗതമായ തൊഴിൽ രീതികളിലൂടെ മുന്നോട്ടു പോയ തൊഴിലാളികൾ യന്ത്രവൽക്കരണം വന്നതോടെ അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. അധ്വാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാവുകയാണ് കർഷകർ. കാലോചിതമായുണ്ടാകുന്ന മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉൾക്കൊള്ളാൻ തൊഴിലാളികൾ സന്നദ്ധരാണ്. ആ മനോഭാവത്തെക്കുറിച്ചാണ് വൈലോപ്പിള്ളി യുഗപരിവർത്തനത്തിൽ പറയുന്നത്. ഈ ആശയം തന്നെയാണ് കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ. തൊഴിലാളികളുടെ കരുത്തും അധ്വാനത്തോട് തൊഴിലാളികൾ പുലർത്തുന്ന മനോഭാവവുമാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. പട്ടിണിയോട് നിരന്തരം സമരം ചെയ്യുന്നവരാണ് ഈ കർഷക തൊഴിലാളികൾ. മരണം വിതയ്ക്കാനെത്തുന്ന പട്ടിണിയെപ്പോലും കീഴടക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത്.
വലിയ കരിങ്കൽ പാറകൾ പോലും തുരക്കുന്ന അവരുടെ കരുത്തിന് പുതുമണ്ണിനെ ഉഴുതുമറിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. അധ്വാനത്തെ ആനന്ദമായി കാണുന്നവരാണ്. സാമൂഹ്യ പുരോഗതിയിൽ അവരും പങ്കാളികളാവുകയാണ്. തൊഴിലാളികളുടെ കരുത്തും ആത്മവിശ്വാസവും ഐക്യവുമെല്ലാം ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു.